രജനി, ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതായത് ഇടുക്കി സ്വദേശിയായ ഇടുക്കി അടിമാലി സ്വദേശിയായ ഷീബയും തിരുവനന്തപുരം സ്വദേശിയായ ആരോടും തമ്മിൽ സാമൂഹ്യ മാധ്യമം വഴിയാണ് ബന്ധപ്പെടുന്നത്. ഷീബ കുറച്ചു കാലം തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു. അങ്ങനെ അവിടെയുള്ള അങ്ങനെ ഒരു ബന്ധത്തെ കുറിച്ചാണ് ഇവർ പിന്നീട് പരിചയപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. തുടർന്ന് ഈ യുവതി വീണ്ടും ഇടുക്കിയിലേക്ക് തിരിച്ചു. ആ സമയത്താണ് ഇയാൾ അറിയുന്നത് ഈ കുട്ടി ഷീബ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണെന്ന്. ഇതോടുകൂടി ഇയാൾ ബന്ധത്തിൽ തന്നെ പിന്മാറാനും മറ്റൊരു വിവാഹം കഴിക്കാനും ഒക്കെ തീരുമാനിച്ചു. ഇതോടെ യുവതി ചൊവ്വാഴ്ച യുവാവിനെ വിളിച്ചു വരുത്തി ഇരുമ്പുപാലം പള്ളിക്ക് സമീപം വെച്ച് മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നു. ഇയാളുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. സംഭവശേഷം ഒളിവിൽ പോയ ഭർത്താവിന്റെ വീട് മുരിക്കാശ്ശേരിയിലാണ്. അവിടെയായിരുന്നു കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അടിമാലി കസ്റ്റഡിയിലെത്തിയിരുന്നു. യുവാവ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇയാളുടെ ഒരു കണ്ണിന്റെ കാഴ്ച സാരമായ രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. എന്തായാലേ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പൊ കണ്ട വാർത്ത സംഭവം എന്തെന്ന് മനസ്സിലായോ? ഇടുക്കിയിലാണ് സംഭവം. ഇടുക്കി അടിമാലിയുള്ള ഒരു പെൺകുട്ടി ഷീബ എന്ന് പറയും. ആ കുട്ടി വിവാഹിതയാണ്, ഭർത്താവും 2 കുട്ടികളുണ്ട്. അവർ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാളുമായിട്ട് അടുപ്പത്തിലായി, അരുണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ അടുപ്പം വരാനുള്ള കാരണം ഈ ഷീബ എന്ന പെൺകുട്ടി ട്രിവാൻഡ്രത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെയാണ് ഇവർ തമ്മിൽ അടുക്കുന്നത്. അപ്പോൾ ആ സൗഹൃദം ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ അരുണിന് മനസ്സിലായി ഈ ഷീബ അവളെന്നെ വഞ്ചിക്കുകയാണ്, അവളെന്നെ ചതിക്കുകയാണ്. കാരണം ഇവൾ ഓൾറെഡി വിവാഹിതയാണ്, 2 കുട്ടികളുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ അറിഞ്ഞപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാവാൻ എന്തായാലും ഏതൊരാണായാലും നല്ലൊരാണായാലും തീരുമാനിക്കും ഇല്ലേ? അങ്ങനെ ഈ പയ്യനും തീരുമാനിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു പ്രശ്നം, വിഷയം കാര്യങ്ങളൊക്കെ എത്തി. ഇവൾ വിളിച്ചു വരുത്തി, ഈ ചെക്കനെ വിളിച്ചു വരുത്തി, എന്തെങ്കിലും സോൾവ് ആക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ചെയ്ത പണി എന്താണെന്ന് അറിയണോ? പണി എന്താ പറഞ്ഞാൽ ഇവളെ ശരിക്കും കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. ഇവളെ ചെക്കൻ്റെ മുഖത്തോട്ട് ആസിഡ് ഒഴിച്ചു. സാധാരണ നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ എന്താ, നേരെ തിരിച്ചാണ്. ഏതെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയാലും, ആണും പെണ്ണുമുള്ള ഏത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയാലും നോർമലി ഈ ആമ്പിള്ളേർ പെണ്ണുങ്ങളെ മുഖത്ത് പോയി ആസിഡ് ഒഴിക്കും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ അതിന് വിക്റ്റിമായിട്ടുണ്ട്. അവരുടെ മുഖമൊക്കെ ആകെ വികൃതമായിട്ടുള്ള ഒരവസ്ഥയിൽ ഒരുപാട് പെൺകുട്ടികൾ അതിന് ആയിട്ട് ജീവിക്കുന്നുണ്ട്, വളരെയധികം മോശപ്പെട്ട നിലയിൽ. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഈ ഇടുക്കി അടിമാലിയിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. പെൺകുട്ടി പോയി ആസിഡ് ഒഴിച്ചു പയ്യൻ്റെ, കാലം പോയ പോക്കി. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ പെണ്ണിൻ്റെ ഒരു മാനസികാവസ്ഥ. ഇവൾ അത്രത്തോളം വൃത്തികെട്ടവളും ക്രൂരമായിട്ടുള്ളൊരു സ്ത്രീയാണെന്നത്. കാരണം ഒരു ഭാര്യ, 2 കുട്ടികളുടെ അമ്മ, ഇവൾ വേറൊരാളെ വഞ്ചിച്ചു, അതായത് കള്ളം പറഞ്ഞു വഞ്ചിച്ചു. ആ സത്യം ആയപ്പോൾ അതിന് ഒഴിവാവാൻ ശ്രമിക്കാതെ അവനെ ശരിക്ക് പറഞ്ഞ് അവനെ നശിപ്പിക്കാൻ അവൾ നോക്കിയത്. അതായത് അവന് വേറെ ബന്ധം ഉണ്ടാകാൻ പാടില്ല, അവൻ നശിക്കണം. ഒറ്റൊരു ഇൻറ്റൻഷനോട് കൂടി അവനെ തകർക്കാൻ, മാനസികമായിട്ടും ശാരീരികമായിട്ടും അവനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവൾ കരുതിക്കൂട്ടി തന്നെ പറയാം, കരുതിക്കൂട്ടി പോയി ആസിഡ് ഒഴിച്ചു. ആ ചെക്കൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ് നഷ്ടമായിട്ടുണ്ട്. മുഖം മൊത്തത്തിൽ വികൃതമായിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ വേണ്ടി വരും എന്നാണ് പറയുന്നത്. അത് ചെയ്താൽ തന്നെ അത് എത്രത്തോളം സക്സസ് ആകുന്നു അല്ലെങ്കിൽ ആ മുഖം അതുപോലെ ആകുന്നു ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇതുപോലെ കേസുകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഈ ആസിഡ് വിക്ടിംസിൻ്റെ കേസ് നിങ്ങൾ എടുത്ത് നോക്കുക, എത്ര പേരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഏത് ക്വാളിറ്റിയിലായിരുന്നു. ഈ ചെക്കൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഈ പയ്യൻ എന്ത് തെറ്റ് ചെയ്തു? ഇവിടെ സ്ത്രീകൾക്കുള്ള നിയമവും സംരക്ഷണവും മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്ക് ഒന്നുമില്ല. ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു പുരുഷനോട് കാണിച്ചു കഴിഞ്ഞാൽ അവളെ വെറുതെ വിടുകയാണ്. അവളെ മുഖമോ അവളെ പേരോ ഒന്നും വ്യക്തമാക്കാൻ ആരും ഒരിക്കലില്ല. പക്ഷെ ഇവിടെ എന്തോ ആ ന്യൂസ് ചാനലിൽ ആ പെൺകുട്ടിയുടെ പേരും മുഖമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതന്നെ വലിയ അത്ഭുതം, വലിയ ഭാഗ്യം തന്നെ പറയാം. സാധാരണ ഏതെങ്കിലും ഒരു കേസിൽ ഒരു പയ്യനെ കൊന്നാലോ അല്ലെങ്കിൽ അവനെന്തെങ്കിലും ഉപദ്രവിച്ചാലോ പെണ്ണുങ്ങളെ പേര് പറയില്ല. എന്താണ് ഈ ഷീബ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇങ്ങനെ ഒരാളെ മുഖത്ത് ആസിഡ് ഒഴിച്ച് അയാളെ ലൈഫ് നശിപ്പിക്കാൻ എന്താണ് അതുകൊണ്ടുള്ള ലാഭം?
ആ പയ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ആ പയ്യൻ എന്താ തെറ്റ് ചെയ്ത്? അവനെതിരെ നിരപരാധിയാണ്. അവനറിയില്ല ഇവള് മാരീഡാണ്, കുട്ടികളുള്ള കാര്യം. ഇങ്ങനെ ഒന്നും അറിയാത്തൊരു പയ്യൻ്റെ അടുത്താണ് ഈ ചെറ്റ സ്വഭാവം കാണിച്ചത്. ഇവിടെ വെറുതെ വിടാൻ പാടില്ല. ഇവിടെ പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ടത് ഒരു പയ്യൻ്റെ കണ്ണാണ്, അവൻ്റെ ലൈഫാണ്. അത് ഇവിടെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഭവമല്ല. എല്ലാവരും ഉയിരെ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ, പാർവതിയുടെ. അതിൽ പാർവതി അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് സെയിം, അത് നേരെ ഓപ്പോസിറ്റാണ്. ഒരു പയ്യനാണ് കണ്ണിൽ ഒഴിച്ചത്, ആസിഫ് അലിയാണ് കണ്ണിൽ ഒഴിച്ചത്. ഒരു പെൺകുട്ടിക്കാണ് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആൺകുട്ടികളുടെ ഫോട്ടോയും പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കും. പക്ഷെ തിരിച്ചാണെങ്കിൽ കൊടുക്കൂല. അങ്ങനെ എല്ലാവരും ഉയരെ പടം കണ്ടിട്ടുണ്ടാവും അല്ലേ, പാർവതിയുടെ. അതിൽ ഇതേ സെയിം സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു തേപ്പ് ബ്രേക്കപ്പായി എന്ന് പറഞ്ഞ സമയത്ത് ആസിഫ് അലി ആയിരുന്നു ആ കഥാപാത്രം ചെയ്തത്. ഇതുപോലെ ആസിഡ് ഒഴിച്ചു. അന്ന് നമുക്ക് ആ സിനിമ കണ്ട എല്ലാവർക്കും മനസ്സിലാക്കാൻ എത്രത്തോളം ആ ആസിഡായ വിക്ടിമായ ആൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഇതൊരു റിയൽ ലൈഫിൽ വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു സീരിയസ്നെസ് ചിന്തിച്ചിട്ടുണ്ട്? ഇവിടെ ആ പെണ്ണ് ചെയ്ത ചെറ്റത്തരം അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രൂരത എന്ന് തന്നെ പറയാം. കാരണം ആ പയ്യൻ്റെ ജീവിതമാണ് പോയത്. ആ പയ്യൻ്റെ കണ്ണ് പോയി. ഫേസ് ചെയ്ത് കോലത്തിലുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല, ഈ സർജറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ പയ്യൻ്റെ ജീവിതം കംപ്ലീറ്റ് നശിപ്പിച്ചു തന്നെ പറയും. ഇതുകൊണ്ട് എന്താണ് ആ ഷീബ എന്ന് പറഞ്ഞ സ്ത്രീക്ക് കിട്ടിയ ലാഭം? എനിക്ക് മനസ്സിലാവാത്തൊന്ന് ചോദിക്കുകയാണ്. എന്ത് ലാഭമാണ് അവൾ, എന്ത് സന്തോഷമാണ് അവളിൽ കാണുന്നത്? അവൾ ചതിച്ചത് അവളുടെ ഭർത്താവിനെ, മക്കളെ, ഈ പയ്യനെ. ഇങ്ങനെ എത്ര ആൾക്കാരെ എണ്ണി പറയുകയാണെങ്കിൽ 4 പേരെ ചതിച്ചു തന്നെ എനിക്ക് പറയാം, 2 മക്കൾ ഉൾപ്പെടെ. ഇത്രയും ആളുകളെ വഞ്ചിച്ചൊരു സ്ത്രീ, ഇവൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. ഇവളും അനുഭവിക്കണം ഇതുപോലത്തെ വേദന എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവൾ ചെയ്ത ദ്രോഹം ചെറുതൊന്നുമല്ല. ഒരു പയ്യൻ്റെ ലൈഫ് നശിപ്പിക്കുക എന്ത് നിസ്സാരമായിട്ടല്ല ആ പരിപാടി ചെയ്തത്. ആസിഡ് ഒഴിക്കുക എന്നതാണ്. അവൾ വിളിച്ച് വരുത്തി എന്നിട്ട് ആസിഡ് ഒഴിക്കുക. ഒരാളെ കൊല്ലുന്നതിന് തുല്യം തന്നെയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളെ വിളിച്ച് വരുത്തി കൊല്ലുന്നതിൽ തുല്യമാണ് ആസിഡ് ഒഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്ന കുറേ സംഭവങ്ങൾ. ഇപ്പോൾ കുറേ ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ള കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഉള്ളത് പറയാലോ. ഒരുപാട് ഫേക്ക് ലേഡീസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലായിടത്തും. ഇവർ ഓൾറെഡി കല്യാണം കഴിഞ്ഞതോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ചെറിയൊരു സൗന്ദര്യ പണക്കത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ള ആളുകളായിരിക്കും. ഇവർ സ്ഥിരം പരിപാടി എന്താണ്? ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി പയ്യന്മാരെ പരിചയപ്പെടുക, അവരുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുക. ചിലർ അവരുടെ ഫോട്ടോസൊക്കെ കൊടുക്കും, ചിലർ ഫോട്ടോസ് കൊടുക്കുക. ഇവർ കുറേ സംസാരിച്ച് കഴിഞ്ഞ് ഇവർ നല്ല സൗഹൃദമാവും, അടുപ്പാവും, പിന്നെ ഒന്നിച്ച് കാണും. അങ്ങനെ കുറേ ഒരു അടുത്ത് കഴിയുമ്പോഴാണ് ഇവരെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയാം. പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഭർത്താവുമായിട്ടുള്ള ഇത്, മക്കളായിട്ട്, ഇവർക്ക് വേറെയും കുറേ റിലേഷൻഷിപ്പും കാണും. കുറേയൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ തട്ടിപ്പ് പെണ്ണുങ്ങൾ ഒരുപാടുണ്ട്, പണത്തിന് വേണ്ടി കുറേ ലേഡീസ്. അപ്പോൾ കിട്ടുമ്പോൾ ഇവരങ്ങ് ഇട്ടെറിഞ്ഞ് പോകും. അല്ലാത്തവർ ഇതേപോലെ ക്രൂരമായിട്ട് ആസിഡ് ഒഴിക്കുകയും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം ഒന്നെങ്കിൽ പൈസ അല്ലെങ്കിൽ മറ്റാളെ ദ്രോഹിക്കുന്ന സംഭവം. ഇങ്ങനെ കുറേ ലേഡീസ് ഉണ്ട്. ഇവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പിടിച്ച് കെട്ടി അടിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം അതപ്പതിച്ച് പോയ ഒരു ഇതായിട്ട് മാറുകയാണ്. ഇവരൊക്കെ കെട്ടിയിട്ട് തല്ലണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രത്തോളം അതപ്പതിച്ച് പോയി, അത്രത്തോളം ക്രൂരമായിട്ടുള്ള സ്ത്രീകൾ തന്നെ പറയാൻ പറ്റും. ഇത് ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു സത്യം പറഞ്ഞാൽ. ഒരു പയ്യനോട് ചെയ്ത ക്രൂരതയാണ്. അതായത് തേപ്പിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ പറയാം. പയ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് തേപ്പ് കിട്ടും, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. സ്ത്രീകൾ തേക്കും, ഓൾമോസ്റ്റ് സ്ത്രീകൾ തേക്കും. തേക്കാത്തവരുണ്ട് കേട്ടോ, ഞാൻ തേക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് പുറമെ ഒരാൾ ജീവിതം നശിപ്പിക്കുക, അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അതിട്ടെറിഞ്ഞ് പോയാൽ പോരെ. ഇതൊരാളെ വിളിച്ചു വരുത്തി കൊല്ല ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കൊന്നൊക്കെയല്ല, അതിൻ്റെ അപ്പുറം ചെയ്തേക്കുക. ആ ലൈഫ് മൊത്തം നീറി ജീവിക്കാനുള്ളൊരു അവസരം കൊടുത്തിട്ടാണ് ഈ ഷീബ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദുഷ്ട സ്ത്രീ പോയത്. ദുഷ്ട സ്ത്രീ ചെയ്ത കാര്യം അയാളെ കണ്ണിൽ ഒഴിച്ച്, മുഖത്തൊഴിച്ച് ആസിഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടരുത്. അവളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കേസ് എടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും
ഒന്നോ 2 വർഷമൊക്കെ അകത്തിട്ടിട്ട് അവളങ്ങ് വിടും. അവൾ സുഖമായിട്ട് ജീവിക്കും, ഭർത്താവിൻ്റെയും മക്കളെയും കൂടി, അല്ലെങ്കിൽ വേറെ ആളെ കൂടെ. പക്ഷേ ഒരാളെ ഒരു ചെക്കൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അങ്ങനെ ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിക്കാൻ പറ്റുന്ന സംഭവമല്ല. അവൾ പറയണം ഇതിൻ്റെ ഒരു പെയിന് എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ വിലയേറെ കമൻസ്, ഫീഡ്ബാക്സ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വരെ കാണാം.